അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ വോട്ടുകളിൽ കാര്യമായ ചോർച്ചയുണ്ടായി എന്ന് CPI ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ ചിറ്റയം ഗോപകുമാർ. ഇടതുപക്ഷത്തിന് ഉറപ്പായും ലഭിക്കേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടത് ഗൗരവതരമാണ്. പാർട്ടി ഇത് കൃത്യമായി പരിശോധിക്കും. BJPയുടെ വോട്ടുകൾ UDF ക്യാമ്പിലേക്ക് വലിയ തോതിൽ മറിഞ്ഞതാണ് മണ്ഡലത്തിലെ കണക്കുകളിൽ പ്രതിഫലിച്ചത് എന്നും ചിറ്റയം ഗോപകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. 3 ടേണുകളിൽ താങ്കൾ മത്സരിച്ചപ്പോൾ വലിയ ലീഡ് നില ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ പ്രാവശ്യം ലീഡ് നില മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. LDF ഉൾപ്പെടെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അതിനെ കണക്കാക്കാൻ. തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കടമ്പനാടും ഏറത്തും അടക്കം ഒരു 6 പഞ്ചായത്തിൽ LDF ലീഡ് ചെയ്യേണ്ടതാണ്. 3 പഞ്ചായത്തിലെ UDF ലീഡ് ചെയ്യാൻ കഴിയും. കുമ്പമണം, ഏഴംകുളവും ഈ അടൂർ നഗരസഭ. അപ്പോൾ ഈ 6 പഞ്ചായത്തിൽ ലീഡ് 5 പഞ്ചായത്തിൽ ലീഡില്ല, ഒട്ടുമില്ലായിരുന്നു. പള്ളിക്കൽ പഞ്ചായത്തിൽ ലീഡ് കുറയുകയും ചെയ്തു, വെറും 5 വോട്ടായി മാറി. സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് നല്ല പരിശോധന താഴെത്തട്ട് നടത്തി ഇത് മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും ശരി, ഇത് വലിയൊരു ഈ വോട്ട് ചോർച്ച ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഡീലുകൾ, പ്രത്യേകിച്ച് BJP കോൺഗ്രസ് ഡീൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് പാർട്ടിക്ക് സംശയമുണ്ട്? തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയിട്ടില്ല. സ്വാഭാവികമായും ഞങ്ങൾ സംശയിക്കുന്നത്, LDF സംശയിക്കുന്നത് BJPയുടെ വോട്ടും കോൺഗ്രസ്സിന് പോയി എന്നാണ് സംശയിക്കുന്നത്. അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്നൊരു സാഹചര്യം കൂടിയാണ് ഈ വോട്ടിങ്ങിൽ വന്ന മാറ്റം കാണുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടത്.